എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മളിപ്പോൾ കൊൽക്കത്തയിലാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ടുപേരെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്, രാജേഷിനെ സച്ചുവിനെ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫ്ലൈറ്റ് യാത്രയൊക്കെ? കൊള്ളായിരുന്നോ? അവസാനത്തെ യാത്ര മടുപ്പായിപ്പോ? ഇന്നലെ വൈകിട്ട് പോന്നല്ലേ? ആ ഫ്ലൈറ്റിനാണ് പെട്ടെന്ന്. നിങ്ങൾ ലോറിക്ക് വല്ലതും ആണോ വന്നത്? ലോറിക്ക് വരുമായിരുന്നു. ഏതാ വണ്ടിന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വണ്ടിയിലോട്ട് കയറിക്കോളൂ. കിടക്കാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ മതി, അതിലോട്ട് നിങ്ങൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന ഇവിടെ. അല്ല സൂര്യ, റെസ്റ്റ് എടുക്കണ എടുത്തോ, ഞങ്ങൾ വേണേ കുറച്ചു നേരം അവിടെ ഓടിക്കാം. ഈ ഞങ്ങളവിടുന്ന് പോയിട്ട് വരുമ്പോ ഇതൊക്കെ കുറയുന്നു, ഇത് കുറയുന്നില്ല. നിത്യഗർഭിണിയാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ പുത്തായി ട്രാവലോന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സെക്കൻഡ് വിവേകാനന്ദ ടോൾ ബ്രിഡ്ജ്. ഈ റോഡിൽ ഓട്ടോറിക്ഷയും ബൈക്കും നിരോധിച്ചേക്കുക. ഈ NH-12 വെസ്റ്റ് ബംഗാളിൽ കൂടെ തന്നെ പോകുന്നൊരു ഹൈവേയാ. ഉണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ? നമ്മുടെ തൊട്ടടുത്തൂടെ ഹൂഗ്ലി നദിയായത്. ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള പാലമാണ്. സെക്കൻഡ് വിവേകാനന്ദ സേതു വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിന് നിവേദിത ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് പഴയ പാലം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചാന്ന് തോന്നുന്നു. ഈ ആർച്ചിനകത്തോടാണ് റെയിൽവേ ലൈൻ. അതാണ് വിവേകാനന്ദ സേതു. അതിന് പാരലായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ ബ്രിഡ്ജ്, സെക്കൻഡ് വിവേകാനന്ദ സേതു. അതെ. അപ്പോൾ നിങ്ങൾ ഹൂഗ്ലി നദി നല്ലപോലെ കാണാൻ പറ്റിയില്ല ഇതുവഴി വന്നതുകൊണ്ട്? അതെ അതെ. ആ സൈഡിൽ അങ്ങോട്ട് നോക്കിയ ബോട്ടൊക്കെ കിടപ്പുണ്ട്, വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പാലം കേട്ടോ. ദക്ഷിണേശ്വർ ഡൺലോപ്പ് കൊൽക്കത്ത. നമുക്കതിലെ എയർപോർട്ടിൻ്റെ അതിലേ പോയാലേ നോയൻട്രി നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ട് പോയി, ഈ ഹൈവേന്ന് ഇറങ്ങാം. ദക്ഷിണേശ്വർ റെയിൽവേ സ്റ്റേഷനാണ്. ഈ വഴി നമ്മൾ ഇതുവരെ പോകാത്ത ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആസാമിലോട്ട് പോകാൻ എന്തോരം വഴികളല്ലേ? അതെ, വഴികൾ ഒരുപാടുണ്ട്, പക്ഷെ നല്ലൊരു ഹൈവേ ഇല്ല. കുറേ ദൂരം എല്ലാം ചെറുവഴി കൂടെ, ഗ്രാമങ്ങളിൽ കൂടെയും. അതുണ്ടോ ശരി റെയിൽവേയുടെ പുറമ്പോക്കാ. മഴയൊക്കെ പെയ്യുമ്പോൾ എന്നായിരിക്കും അല്ലേ അവരുടെയൊക്കെ അവസ്ഥ? ഇതെല്ലാം ഓടിട്ട ചേരിയാ. ട്രെയിൻ പോകുന്നു. മെട്രോ ആണെന്ന് തോന്നുന്നു. അതെ, മെട്രോയ്ക്കുള്ള തൂണുകളാണെന്ന് തോന്നുന്നു ഈ പണിയുന്നത്. അത് ലോക്കൽ ട്രെയിനാ. അതെ, നല്ല തിരക്കാ. ബരാഹ് നഗർ മെട്രോ തന്നെയായിരുന്നു മുമ്പ് കണ്ട. കുഞ്ഞുക്കളി പറഞ്ഞാൽ ശരിയാ കേട്ടോ, മെട്രോ സ്റ്റേഷനായിരുന്നു. ഇവിടെ വലിയൊരു ലേക്ക്. മെട്രോ വർക്കിംഗ് പ്രോഗ്രസ്. ഇവിടെ എല്ലാം ഭയങ്കര വെള്ളക്കെട്ടായല്ലോ. ഇവിടെ ഇന്നലെ മാത്രമൊന്നുമല്ല, കുറേ ദിവസമായിട്ട് ഇവിടെ മഴയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, താഴെ ഒരു വഴിയാ. ഈ വേസ്റ്റ് ഉണ്ടോ എന്തരാന്ന്, പ്ലാസ്റ്റിക്കും എല്ലാം അങ്ങോട്ട് ഒഴുകി അടിഞ്ഞേക്കുന്നത്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ആ വീട്ടിലൊക്കെ വെള്ളം കയറുമായിരിക്കുമല്ലോ. ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയ തോടാണോ? പച്ചവെള്ളം കേട്ടോ, നല്ല കടും പച്ച കളറാ, ചാണകത്തിന്റെ കളറാ. മെട്രോ ലൈന് അതിലേ പോയി. ഇങ്ങോട്ട് നോക്കിക്കേ, മനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ. അത് നമ്മുടെ കൊൽക്കത്തയിലെ മാലിന്യക്കൂമ്പാരം അതെല്ലാം കൂടെ കൊണ്ട് ഇവിടെ ഇത് ചെയ്യുന്ന സംസ്കരിക്കുന്ന സ്ഥലമാ. അതല്ലേ? ഇതോ അപ്പൊ ഡൽഹിയിലെ കണ്ടാലോ? ഡൽഹിയിലെ എന്നാന്നറിയോ? പിന്നെ ആ മലയുടെ മുകളിലോട്ട് വരെ വണ്ടി കയറി ചെല്ലും, വേസ്റ്റിന്റെ മുകളിൽ കൂടെ. ഇത് വലിയ എലിവേറ്റഡ് ഹൈവേ ആണ് പണിതുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ട് നേരെ, കല്യാണി ലെഫ്റ്റ്. ആരോടില്ല ഒന്ന് വഴിയൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ഒരുപാട് ദൂരം കടൽ തീരമാണ്. അതെ. പിന്നെ ഇതിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് രാജ്യങ്ങളും കൂടെ ഉണ്ട്. ബംഗ്ലാദേശും നേപ്പാളും അതിർത്തി പങ്കിടുന്നുണ്ട്. വലിയ സംസ്ഥാനമാണ്. അതെ. അയൽ സംസ്ഥാനങ്ങളൊക്കെയാണെന്നറിയോ? സംസ്ഥാനങ്ങള് ആസാമുണ്ട്, ജാർഖണ്ഡ്, ബീഹാർ. ഏത് സംസ്ഥാനത്തും നമ്മൾ ഇങ്ങോട്ട് കയറിയത്? ഒഡീഷ. ഇന്ത്യയിലെ 13ാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ജനസംഖ്യയിൽ 8ാം സ്ഥാനമാണെന്ന് തോന്നുന്നത്. എവിടെ ചെന്ന് നിർത്തിയാലും നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ ആൾക്കാരില്ലാത്ത സ്ഥലമില്ല, കുറവാ. സത്യം.
ഇവിടെ ഈ ഇത്രയും കടൽ തീരമല്ലേ അടുത്ത്, എന്നിട്ട് ഇവിടെ ആരും കടൽ മീൻ തിന്നാത്തെ? കടൽ മീൻ കഴിക്കുന്നവർ കുറവാ, മറ്റേ വളർത്തുമീനാ ഇവിടെ ഉപയോഗിക്കുന്നത്. അതെന്താന്നാ മനസ്സിലാവാത്ത? ടേസ്റ്റ് മനസ്സിലായിട്ടില്ല. അത് തന്നെ. അയിലേക്കാണ് കറി വെച്ച് കഴിക്കണം, രുചി അറിയണമെങ്കിൽ. എല്ലാവർക്കും അയല മാത്രം മതിയോ? എനിക്ക് അയലയും പത്തി ഏറ്റവും ഇഷ്ടമുള്ള മീനാ. ചാള. അതെ, എനിക്കും അതെ. ഈ ഫ്ലൈ ഓവറൊക്കെ അധികം കാലം ഒന്നും ആയില്ല, ഈ അടുത്ത കാലത്ത് ഓപ്പൺ ആയതാ. കല്യാണി 35 കിലോമീറ്റർ. നമ്മള് കല്യാണി വഴിയല്ലേ പോന്നെ? പിന്നെ അതെ, നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞില്ലേ ഇടത്തേക്ക്, അപ്പൊ നേരെ പോയാലും പോവാം, പക്ഷെ അവിടെ ട്രക്കിന് നോ എൻട്രി ഉണ്ട്. ദം വഴി പോവായിരുന്നു എയർപോർട്ടിന്റെ അല്ലേ. ദം ബിരിയാണി എവിടെ പോയാലും ബിരിയാണി. ദം ബിരിയാണി ഒന്നും ഇവിടെ ഇല്ല. അതാ ഇവിടെ എല്ലാം ചതുപ്പ് നിലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പാടമുണ്ടല്ലോ ഇഷ്ടം പോലെ, നെൽകൃഷി നല്ലപോലെ ഉണ്ട്. ഈ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. വെള്ളത്തിന് ക്ഷാമമില്ലെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ വെള്ളമാണ്. ഈ സ്ഥലപ്പേരാണ് മോഹിസ്പോട്ട ബറാക്പൂർ. ഇതുണ്ട്, ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം മണൽവണ്ടികളാണ്. ഹൂഗ്ലി നദിയിലെ മണലായിരിക്കും. നല്ല അടിപൊളി മണൽ. ഈ വണ്ടി പൊക്കി എടുത്തോണ്ട് പോകുന്നു. ഇത് ബ്രേക്ക് ഡൗൺ ആയതാ. ക്രെയിൻ ജാമ്പാൻ്റെ കാലത്തെ ക്രെയിനാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഹൈവേ കല്യാണി എക്സ്പ്രസ് വേ ആണ്. പുതിയ എക്സ്പ്രസ് വേയാ. 44 കിലോമീറ്ററാണ് ഈ ഹൈവേയുടെ നീളം. കുറഞ്ഞു പോയല്ലോ. 6 ലൈനാണ്, സിഗ്നൽ ഫ്രീ കോറിഡോറാണ്. കൊൽക്കത്തയും ഇൻഡസ്ട്രിയൽ ടൗണായ കല്യാണിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആയത്. നിംദ ബൽഗോറിയ എക്സ്പ്രസ് വേ എന്നൊരു പേരും കൂടെ ഈ ഹൈവേക്കുണ്ട്. അതെ, ചോറിനുണ്ടേ. പിന്നെ ചോറുന്നു, രാവിലെ കഞ്ഞി വെച്ച് വിശക്കുന്നു. നമ്മുടെ വീട് അതേ പോകുന്നു, എവിടെയെങ്കിലും നിർത്താൻ പറ. അതെ, വീട്ടിൽ പോയി ചോറിനിട്ട് വരാം. അതെ. ആ കടൽ തീരത്തെങ്ങാനും പോയാൽ കുറച്ച് മീൻ മേടിച്ചോണ്ട് പോയിരുന്നു. ശ്യാംനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇവൻ അടുത്ത പറമ്പിൽ പോയി മാവേന്ന് മാങ്ങ പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനാണോ? മിക്സിയൊക്കെ ഉണ്ട്. ഉറങ്ങി മടുത്ത്. സമയം 3 മണിയായി. 7 മണിക്ക് രാവിലെ ഉറങ്ങാൻ തുടങ്ങിയ, പിന്നെ ഇടയ്ക്കൊന്ന് എണീറ്റ് വന്ന് കാപ്പി കുടിച്ചു, വീണ്ടും ഉറങ്ങി. എന്തു പെട്ടെന്നാ മാങ്ങ കൊണ്ടുവന്ന് അരിഞ്ഞവന് റെഡിയാക്കി എടുത്തേന്നറിയാവോ? അവന് ഇഷ്ടമുള്ളതായതുകൊണ്ട് അവൻ പെട്ടെന്ന് റെഡിയാക്കി. മാങ്ങ മാത്രമേ അരിഞ്ഞുള്ളൂ, ബാക്കി ഇതേ തേങ്ങ അച്ചമ്മയുടെയും കൊടുത്തു. പാവ അച്ചമ്മേനെ പണിയെടുപ്പിച്ച്. ഒരു കഞ്ഞിയും ചമ്മന്തിയൊക്കെ റെഡിയായി. അപ്പം ബീട്രൂട്ട് മെഴുക്കുവരട്ടി, കഞ്ഞി, മാങ്ങാ ചമ്മന്തി, മീൻകറി, വേണേ പുളിശ്ശേരിയും തരാം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്നു. ദാമി ഉറങ്ങാൻ കിടന്നു ഇല്ലെന്തോ. പിള്ളേരൊക്കെ ഉറങ്ങാൻ പോയി. നമുക്ക് പോയേക്കാ ഇനി. മെയിൻ ഡ്രൈവർ വണ്ടി എടുത്തോളൂ. പ്രൊമോഷൻ ഞങ്ങൾ എന്നേ തന്നാ അല്ലേ? അപ്പൊ ഇതിലോട്ട് വരാം അല്ലേ? ആകാശിനെ അതേ വിടാം. ഇനിയിപ്പോ ഈ ഹൈവേ ചെന്നിട്ട് നമ്മള് ബംഗാൾ ഗ്രാമങ്ങളിലേക്ക് കയറുമല്ലേ? ഗ്രാമങ്ങളിലേക്കായിരിക്കും വഴി. പിന്നെ എങ്ങനെ ആയെന്ന് അറിയത്തില്ല. വഴി നന്നായിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ അന്ന് ആദ്യം പോയതെങ്ങാണ്ടാന്ന് എനിക്കൊന്ന്. അന്ന് വഴി എപ്പടി പോയി? തീർത്ത് മോശമായിരുന്നു. അത് ഈ വഴിയല്ല. ഈ വഴിയല്ല, വേറെ വഴി. ഇവിടുന്ന് കുറെ എങ്ങാണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു വഴി കയറിയില്ലേ? കുറെ വഴികളിൽ കൂടെ പോയായിരുന്നു. ഏതൊക്കെ വഴിയാന്ന് ഇപ്പൊ അറിയത്തില്ല സത്യം പറഞ്ഞ. ഇങ്ങോട്ട് വരുന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. അല്ലല്ല, ഇത് ഓർത്ത് സന്തോഷിക്കണ്ട. ഇത് only 44 കിലോമീറ്റർ. അതെ, ഇതിലെ വന്നിട്ട് കുറെ കാലമായി. വഴി നന്നാക്കിയിട്ടുണ്ടോന്നറിയില്ല. അപ്പൊ ഇവിടുന്ന് നമ്മളെ കല്യാണി എക്സ്പ്രസ് വേ ഇറങ്ങുകയാണ്. ഇത് വലിയൊരു ഫ്ലൈ ഓവർ ആണല്ലോ. എലിവേറ്റഡ് ഹൈവേ അങ്ങോട്ടെല്ലാം കിടക്കുക ഭയങ്കര നീളത്തിൽ. ഇവിടെ എല്ലാം ചതുപ്പായിരുന്നു, പാടമായിരുന്നു തോന്നുന്നു. അതിനകത്തൂടെ പണിതേക്കുന്ന റോഡ്. ഇതിപ്പോ എങ്ങോട്ട് നോക്കിയാലും ഫ്ലൈ ഓവർ മാത്രമേ ഉള്ളല്ലോ. ഇത് താഴേക്കുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആവുമല്ലോ. നോക്കി ഇങ്ങോട്ട് നോക്കി. നമ്മളിപ്പോ എന്തൊരു ഹൈറ്റിൽ കൂടെ പോകുന്നേ അല്ലേ? ഇത് അവിടുന്ന് വരുന്ന വഴി, അതിനടിയിൽ കൂടെ വഴി. ആ വഴി തന്നെ ഇതിനടിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഉള്ളവർ പോലും വന്നിട്ട് വഴി അറിയത്തില്ല. അവിടെ നിർത്തി നമ്മളോട് ചോദിക്കാം. നമ്മുടെ വഴി കൺഫ്യൂഷൻ ആയിട്ട് നിർത്തുകയായിരുന്നു. എല്ലാം കേരളം പോലെ തന്നെ മാവ്, കവുങ്ങ്, തെങ്ങ്, വാഴ, എല്ലാ സാധനവും ഉണ്ട്. എല്ലാ കൃഷിയുണ്ട്. പിന്നെ നെൽകൃഷിയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നല്ലേ?
അതെ, നെല്ലെന്തരം ഉണ്ട്, നെൽകൃഷി ഇഷ്ടം പോലെ. റാംപ് റോഡ് എൻഡ്. താഴെ ഇഷ്ടം പോലെ പേരത്തോട്ടവും മാന്തോപ്പും ഒക്കെ ഉണ്ട്. പേര കേട്ടോ കൂടുതലും. കൃഷികൾ ഇഷ്ടം പോലെ. കപ്പയാണ് കേട്ടോ എന്നിട്ടേക്കുന്നത്. വേറെന്തോ. ബംഗാളിൽ ഇപ്പം നമ്മൾ വന്ന ഏരിയയിൽ ഇതുപോലെ അടിപൊളി റോഡ് ഇപ്പം ആദ്യം കാണുക. ബാക്കി 4 ലൈനൊക്കെ വേറെ കുറേ ഉണ്ട്. ഇതിപ്പോ ഒത്തിരി നാളായില്ലെന്ന് ഇത് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് പണിതേക്കുന്ന ഇഷ്ടം പോലെ കൃഷികൾ. നോക്കിയത് താഴേക്ക്. മാവുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പേരയുണ്ട്, നെല്ലുണ്ട്, നെല്ലുണ്ട്, വാഴയുണ്ട്. ആ എല്ലാ കൃഷികളും ഉണ്ട്. അതെ, പിന്നെ ചണമുണ്ട്. അതെ അതെ, ഇത് ഒരുപാട് കൃഷികളുണ്ട്. ഒരുപാട് കൃഷികളുണ്ട്. അങ്ങോട്ട് നോക്കി, അതെല്ലാം പേരത്തോട്ടമാ. ഈ എന്തോരം നോക്കി. ഇടവേള കൃഷിയുണ്ട്, വാഴ ഉണ്ടോ? ആ വാഴ അതിനിടയ്ക്ക് ഇടവേളയുണ്ട്. അതുപോലെ അതെ അവിടെ ചേമ്പുണ്ട്, കിഴങ്ങുണ്ട്, ഒരുവിധം എല്ലാം പച്ചക്കറികളെല്ലാം ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ഇവിടെ ജീവിക്കാൻ വലിയ പൈസയൊന്നും വേണ്ട, ജീവിത ചെലവ് വളരെ കുറവാ. ഞങ്ങള് രാവിലെ 2 പേര് കാപ്പി കുടിച്ചിട്ട് 48 രൂപയാണ്. എന്നാ കഴിച്ചേ? പൂരി ബാജി. ഒരു ബാജി 2 പേര്. 2 പേര് കഴിച്ചിട്ടോ? 4 പൂരി 1 ബാജിയും വെച്ച് 2 സെറ്റ്. ആ 48 രൂപ. ആ അതാണ്. ഇത് എലിവേറ്റഡ് ഹൈവേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം? ആ അതെ, കുറെ ദൂരമുണ്ട്. കമ്പ ബർജാഗുളി ഫ്ലൈ ഓവർ ആയത്. ഇതെല്ലാം ചതുപ്പ് നിലമുണ്ട്. പോള കയറി കിടക്കുന്നുണ്ടോ? പോളയാണേലും എന്നെ രസം കാണാൻ നോക്കി. എന്നാ പച്ചപ്പാ. ആ വണ്ടിയൊക്കെ ഉണ്ടോ? എത്ര പേരാ നിന്ന് പോകുന്നത്. ഈ കല്യാണി എക്സ്പ്രസ് വേ NH 12 ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലൈ ഓവർ ആയത്. 6 കിലോമീറ്റർ ആയിരുന്നു നീളം. ഇതുണ്ടോ ഒരു ഫാമിലി ട്രിപ്പ്. മോഹൻപൂർ മാർക്കറ്റ് കാണണോ? മാർക്കറ്റ് ഇന്ന് അവധിയാന്ന് തോന്നുന്നു. അവധി ആരെയും കാണുന്നില്ല അവിടെ. 2 പിക്കപ്പ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. 2 ഇവിടുത്തെ ലോറിയാ. ഓവർലോഡ് എന്ന് പറയാൻ അതിന് ഇത്ര ടണ്ണൊന്നും ഇല്ലല്ലോ. RC ഇല്ലാത്ത വണ്ടിക്ക് അവിടെ ഓവർലോഡ് ആണോന്ന് എങ്ങനെ കണക്ക് കൂട്ടും? ഈ RCLല്ലേ നമ്മൾ ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ടല്ലേ ഓവർലോഡ് ആണോ അല്ലേ റൈറ്റ് ലോഡ് ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്പർ പ്ലേറ്റും ഇല്ല, ഒന്നുമില്ല. നമ്പർ പ്ലേറ്റ് ഇല്ല, നമ്പറേ ഇല്ല, പിന്നല്ലേ പ്ലേറ്റ്. അതെല്ലാം നെല്ലായിരിക്കും മിക്കവാറും. അപ്പോൾ അതെ കൃഷ്ണനഗർ 62 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ. ഗുഡ് ബൈ സെക്കൻഡ് ഈശ്വർ ഗുപ്ത സേതു. അപ്പോൾ നമ്മൾ വന്ന് നേരെ NH 12 കയറുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് മോളിൽ ആ കാണുന്ന ഹൈവേ NH 12. നമുക്ക് അതിൽ കയറിയാണ് പോകേണ്ടത്. രാജേഷിനെ സൂര്യയും ഒരുപാട് നാളായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേട് തീർക്കണം. സൂര്യ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പെർഫോമൻസ് കുറവായിരുന്നു. ഏട്ടൻ വരാൻ വേണ്ടിട്ട് നിൽക്കായിരുന്നു. തക്കത്തിന് മറുപടി പറയുന്ന ആളെ കിട്ടിയില്ല, അതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പണിയുന്ന, പുതിയല്ല കുറെ ആയിട്ടുള്ളതാന്ന് തോന്നുന്നു. എല്ലാം ഒരേപോലത്തെ ബസ്സാണല്ലോ. അതല്ല ലോക്കൽ ബസ്സുകളാ. ഇതേ പച്ചക്കറി ഇതുണ്ടോ? അതാ മറ്റേ കോവയ്ക്ക പോലുള്ള സാധനം. കോവയ്ക്കല്ല, അതിന്റെ പേര് പറവേലോ. ആ അതന്നെ. ആ ബസ്സിന്റെ മുകളിലോട്ടുണ്ട്. എത്ര പേരാന്ന് നോക്കി. കൃഷ്ണനഗർ 58 കിലോമീറ്റർ, കല്യാണി മോറ 2 കിലോമീറ്റർ, ചക്ഡഹ. വെൽക്കം ടു കല്യാണി. എയിംസ് കല്യാണി 2 കിലോമീറ്റർ. ഇവിടെ എയിംസ് ഉണ്ട് കേട്ടോ. എത്ര ലോറി കിടക്കുന്നെന്ന് നോക്കി. എല്ലാം ബംഗാൾ വണ്ടികളാണ്. ബംഗാൾ വണ്ടികൾ ഒരു പ്രത്യേകതയുണ്ട്. സൈഡ് ബോഡി ക്യാബിൻ്റെ ഒപ്പം പൊക്കമുണ്ട്. മുകളിൽ ടോപ്പില്ലായിരിക്കും. നമ്മുടെ സൈഡ് ബോഡി ചെറുതല്ലേ ലോറിയുടെ, അത് കുറച്ചുകൂടെ പൊക്കമുണ്ട്. ഇതുണ്ടോ അത് NH 12. ചവിട്ട് ഡ്രൈവർ സിഗ്നലൊന്നും കാണുന്നില്ലേ? ആ പ്രായമായതിന്റെ ആയിരിക്കും ചിലപ്പോ. അല്ല അങ്ങോട്ട് എന്നിട്ട് ചവിട്ടിയാൽ മതിയല്ലോ. നല്ല ബംഗാളി ലുക്കും ഉണ്ട് അല്ലേ? ഫ്ലൈറ്റിനല്ലേ പോയിട്ട് വന്നത്, എന്നിട്ട് ഇത്ര ക്ഷീണം? അതെ, 2 ദിവസം തീ വെയിലത്തായിരുന്നു. ആ തീ വെയിലായോണ്ട് ഇച്ചിരി കളറ് വന്നിട്ടുണ്ട്. പോത്തുമാമ പോന്നു. ദാമിക്കുട്ടി ഇറങ്ങിപ്പോയല്ലോ. റാണാഘട്ട് 15 കിലോമീറ്റർ, കൃഷ്ണനഗർ 47. കൃഷ്ണനഗർ തൊട്ട് പറയില്ല 47 ആയിരുന്നു, ഇവിടെ 53. വണ്ടി ഇടിച്ചായിരിക്കണം. സത്തുപോയി. പാൽപ്പാറ, പാൽപ്പാടാന്ന കേട്ടോ. പാറന്ന് നമ്മൾ വായിക്കും, ഇംഗ്ലീഷിൽ പാറന്ന് എഴുതിയേക്കുന്നേ. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത്. കൽക്കട്ടയിൽ നിന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ വന്ന വഴിയേ വലിയ കുഴപ്പമില്ലായിരുന്നു.
അതെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പാടുവിട്ടാ അയ്യോ പോകുന്നല്ലേ. കൽക്കട്ട പാസ്സാകുന്ന കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ കുറെ ഗ്രാമങ്ങളിൽ കൂടെ ചെറിയ വഴി മൊത്തം മോശമായിരിക്കും. എന്നാക്കിയാലും ഈ വഴി ഇത് പുതിയതായിട്ട് ഓപ്പൺ ആയതാന്ന് തോന്നുന്നു, അധികം നാളായിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി ലോറിക്കാരൊന്നും വരുന്ന കണ്ടില്ലല്ലോ. അധികം ലോറികൾ വരുന്ന കണ്ടുമില്ല. എല്ലാരും ഒന്നും അറിഞ്ഞില്ലായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. അല്ല, രാത്രിയിലാണ് കൂടുതലും ലോറികളുള്ള. പിന്നെ ഞങ്ങള് വന്നതിന്റെ ഐശ്വര്യം ഉണ്ടല്ലേ സൂര്യ? എന്തിനാ സൂര്യ കൂട്ട് പിടിക്കുന്ന? സൂര്യ ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു? അല്ല സൂര്യ ഇതിപ്പോ ഏത് വഞ്ചിക്കാരും നിക്കോ? അതെ. അപ്പൊ അതുകൊണ്ട് നല്ല വഴി കൂടെ ഇങ്ങനെ വരാൻ പറ്റി. പിന്നെ ഗ്രാമക്കാഴ്ചകൾ സൂര്യക്ക് കിട്ടിയില്ല. അപ്പൊ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനിയിപ്പോ ഇത് ഈ NH12 എന്ന് NH27 ജോയിന്റ് ആവുന്നത്. അല്ല ഏട്ടായി, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം വെസ്റ്റ് ബംഗാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ കൂടെ പോയാലും ഗ്രാമത്തിന്റെ ഒരു ഫീല് കിട്ടും സൈഡിലൊക്കെ. എല്ലാ സ്ഥലത്തും കൃഷികളും ഉണ്ട്, ആൾക്കാർ താമസവും ഉണ്ട്. അതങ്ങനെ കാഴ്ച കണ്ട് പെടലിക്ക് വേണ്ടി അങ്ങോട്ട് നോക്കുമ്പോഴായിരിക്കും അടുത്ത കാഴ്ച ഇപ്പുറത്തെ സൈഡിൽ വ്യത്യസ്തമായ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു. അതുകൊണ്ട് പെടലി അങ്ങോട്ട് തിരിച്ച് പേരെടുക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട്. അതെ, പോയി കിടന്നോളാൻ മേലായിരുന്നോ? ഉറക്കം നല്ലപോലെ വരുന്നുണ്ട്, മാടി മാടി വിളിക്കുന്നുണ്ട്, വാ എന്തേ വന്ന് കിടക്കാത്തേന്ന്. പക്ഷെ ഈ വഴിക്ക് ഞാൻ ആദ്യം വരും, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ വഴിക്ക് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഒത്തിരി നാൾ മുമ്പാ, ഈ വഴിപണിയൊക്കെ തീരുന്നതിന് മുമ്പാ വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ രാത്രിയിലെങ്ങാണ്ടാ പോയത്. രാത്രിയിലായിരിക്കും, അത് ശരിയായിരിക്കും. നല്ല വഴി എപ്പോഴും മോശമൊക്കെ ആയിരുന്നു. നമ്മളെ ദംദം എയർപോർട്ട് വഴി വന്ന ഓർക്കുന്നുണ്ടോ? രാത്രിയില് അന്ന് ബാറ്ററി കംപ്ലൈന്റ് ആയ. അപ്പൊ ഈ വഴി നേരെ നമ്മളിവിടെ ഈ വഴി വന്ന് കയറല്ലേ ഇത്, അവിടെ നേരെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ എയർപോർട്ട് റോഡിൽ കൂടെ എയർപോർട്ടിന്റെ അതിലെ ചെന്ന് കൽക്കട്ടയിലേക്ക് കയറാം. എന്നിട്ട് നമുക്ക് ബൈപ്പാസ് ഇറങ്ങി പോവാം. പക്ഷെ പകലയിലേ പോകാൻ പറ്റില്ല, രാത്രിയിലേ പറ്റില്ല. കുറെ ടൗണിൽ കൂടെ ഒക്കെയാ പോകും. അതിന് നല്ല വഴി നമ്മളിപ്പം വന്ന വഴിയാ. നല്ല തിരക്കുവാ. റാണാഘട്ട്, കൃഷ്ണനഗർ, സിലിഗുരി. അപ്പൊ പിന്നെ വഴി ഉറപ്പായല്ലോ. ഉറപ്പായി. സിലിഗുരി നോക്കി നേരെ വിട്ടാ മതി. ഇനിയിപ്പൊ സിലിഗുരി നോക്കിയാ മതി. അതെ, ഇവിടെയും സിഗ്നൽ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ ഇട്ടിട്ട് പോയല്ലോ, അച്ഛൻ വേറെ ആവശ്യത്തിന് പോയതല്ലേ, അത്യാവശ്യ കാര്യത്തിന് പോയതല്ലായിരുന്നോ? ഇതാണ് റാണാഘട്ട്. റാണാഘട്ടിൽ പണ്ട് നമ്മൾ വന്ന് ഈ വഴിപണി നടക്കുന്ന സമയത്ത് വന്ന് കിടന്നിട്ട് ഭയങ്കര ചെളിയൊക്കെ ആയിട്ട് മഴയായിട്ട് ഓർക്കുന്നുണ്ടോ? ബ്ലോക്കിൽ കിടന്നത്. ഞാനേ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങിക്കോ. ഇന്നലെ രാത്രി നല്ലപോലെ ഉറങ്ങിയില്ലോ, ഉറക്കം വരുന്നു ഭയങ്കര. മൈക്ക് ലൂക്കോയെ ഏൽപ്പിക്കും. അതെ, ലൂക്കോയെ ഏൽപ്പിച്ചേക്കാം. അച്ഛമ്മയെ കൂടെ ഇങ്ങോട്ട് വിട്ടേക്കാം. അച്ഛമ്മ അവിടെ നിന്ന് ഉറക്കം തോന്നുന്നു. ഉറങ്ങി മടുത്തു. അതെ, അച്ഛമ്മയ്ക്കല്ല. അതെ, നമ്മുടെ ആർട്ട് ബ്ലൂ തീരാറായി അല്ലേ? ഇവിടെ ഉണ്ടോന്ന് നോക്കാം, കമ്പനി സാധനം ഉണ്ടോന്ന് നോക്കാം. കമ്പനി സാധനം ഉണ്ടോ മേടിച്ച് ചോദിച്ചാൽ മതി. അതെ, പാനിപ്പൂരി വേണോടാ? എന്നെ മേടിച്ചു തരും. വേണ്ട കാറുകാരൻ ഒതുക്കി. നിന്റെ കാർ ചെയ്യണ്ടേ പുള്ളി പറഞ്ഞു. ആൾക്കാര് വരെ ഇതെന്താ സംഭവം അറിയാനായിട്ട് ഇറങ്ങും. ഇവര് ചേച്ചിയെ കാണാൻ വന്നാ കിടന്നു തോന്നല്ലോ. പുള്ളി വാഴക്കുളത്ത് ജോലി ചെയ്യുന്ന ഇലക്ഷൻ വന്നാ റിട്ടേൺ നാലാം തീയതി. ബസ് ഒത്തിരി തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. വോട്ട് ചെയ്യാനായിട്ട് വന്നാലാ? അല്ല, ഇന്നലെയൊക്കെ രാത്രിയിലൊക്കെ നൈറ്റിലൊക്കെ ഒരുപാട് ബസ്സുകൾ റിട്ടേൺ പോകുന്നുണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട്. എവിടെ വാഴക്കുളത്ത് ജോലി ചെയ്യുന്നത്? ജോയന്ത് ദാസ്. कितना साल हो गया? केरला 7 साल. 7 വർഷമായിട്ട് കേരളത്തിൽ ജോലി ചെയ്യാം. ഓക്കെ, മലയാളമൊക്കെ പഠിച്ച് മലയാളമൊക്കെ അത്യാവശ്യം അറിയാം. അപ്പൊ അവിടെ ഉള്ള ഒരാളെ ഒരു ചേട്ടനെ ഇപ്പം വിളിച്ചു തന്നായിരുന്നു. പുള്ളി നമ്മളെ അറിയുന്നതായിരുന്നു. അതെ, മെയിൻ ഡ്രൈവർ ഉറങ്ങിപ്പോയി. രണ്ട് മെയിൻ ഡ്രൈവർമാർ ഉറങ്ങിപ്പോയി. ബംഗാളിലെ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടോ? എല്ലാം മൂക്ക് നീണ്ട. ഇത് വർക്ക്ഷോപ്പും കൂടെ, ഇത് പൊളിച്ചു പണിയാ പഴയ വണ്ടികൾ. ആ ബസ്സിന്റെ മുകളിൽ നോക്കിയേ, ലോറി ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ ദിവസവും തീർന്നു. ഒരു ലോറിയെ കൊള്ളാനുള്ള ലോഡുണ്ടല്ലോ. എന്നാ അവര് പറഞ്ഞേ?
മറ്റേ ഇപ്പം വന്ന ഫാമിലി ഫാമിലി അവര് വീഡിയോ ഒക്കെ കാണാറുണ്ട്. ചേച്ചി അന്നേരം ഉറങ്ങിപ്പോയല്ലോ. ആ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്നാ പോകുന്നതൊക്കെ ചോദിച്ചു. എന്താ ലോഡ്? അവരും ട്രാൻസ്പോർട്ടിങ് ആണെന്നാ പറഞ്ഞത് അവർക്ക്. അതെ അതെ അതെ, നമ്മളൊരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ആ അവിടെ ബ്ലോക്ക് കാണുമെന്ന് പറഞ്ഞു. അവിടെ ടേണിങ് വരുന്നുണ്ട്. അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടെന്ന് ആ പുള്ളി പറഞ്ഞു കേട്ടോ. ആണോ? മറ്റേ നമ്മളാ അഡ്ബ് ഒഴിച്ചെടുത്ത് ആ ആ പുള്ളി പറഞ്ഞു. ആ സമയത്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും കറി വെക്കാനുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ കറി വെക്കാം. അതെ, കറി വേണേ ചോറ് വിട്ടേക്കാം. നാളത്തേന് പിന്നെ മെനക്കെടണ്ടല്ലോ, സമയം പോകത്തില്ല. അത് ശരിയാ. ഈ വഴിപണി ഇത്രയും തീർന്നിട്ടും ബ്ലോക്ക് കാണുമെന്നാണ് പറഞ്ഞത്. അവിടെ വന്ന പണ്ട് വഴിപണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ വന്ന് ബ്ലോക്കായി കിടന്നത്. അതല്ല, ഇനി അവിടെ പണി തീർന്നില്ല, അതറിയത്തില്ലല്ലോ. ഈ കൃഷ്ണനഗർ, അത് കൃഷ്ണനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് ബ്ലോക്ക് ഉണ്ടായത്. അതാണ് ഈ ഫറാക്കയിലെ ബ്ലോക്ക്. പരാക്ക അതല്ല, അത് വേറെ. അത് കുറെ കൂടെ പോണം. പിന്നെ വേണ്ട, കാറിന് 100-ഉം ട്രക്കിന് 80-ഉം അവിടെ സ്പീഡ് ലിമിറ്റ്. നമുക്ക് 80. ആ ഇതോ, ഇതിനും 80. വലിയ വണ്ടികൾക്കല്ല 80. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന NH-12 കൂടെയാ. NH-12 ബക്കാളി എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ദാൽക്കോളയിൽ അവസാനിക്കുന്ന ഒരു ഹൈവേയാണ്. 625 കിലോമീറ്ററോളം. ഈ ദാൽക്കോളയിലാണ് NH-27. ദാൽക്കോളയിൽ വന്നിട്ട് NH-27 കണക്ട് ആകുക. NH-27 എവിടുന്ന് എങ്ങോട്ട് പോകുന്ന ഹൈവേ ആണെന്നറിയോ? അറിയത്തില്ല. NH-27 ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് തുടങ്ങി ആസാമിലെ സിൽച്ചാറിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ, വലിയ ഹൈവേ. ആ, NH-27 ഏകദേശം 13,500 കിലോമീറ്റർ നീളമുള്ള ഹൈവേ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, ഇത്രയും സ്റ്റേറ്റിൽ കൂടെ പോകുന്ന ഹൈവേ ആണ് NH-27. ആ, ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റിലെല്ലാം പോയിട്ടുണ്ടോ? പിന്നെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ആസാമിലൊക്കെ പോയില്ല, എല്ലായിടത്തും പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളി. ശരിയാ. ആ അല്ല, ഓർത്തിരിക്കല്ലോ, മധ്യപ്രദേശും രാജസ്ഥാനും ഉത്തർപ്രദേശും ബീഹാറും എല്ലാം പോയിട്ടുണ്ട്. ഞാൻ പോയതിനെക്കാട്ടി കൂടുതൽ സ്റ്റേറ്റിൽ കുഞ്ഞിക്കിളി പോയിട്ടുണ്ട്. അതെ, കുഞ്ഞിക്കിളി അച്ഛമ്മ. അതെ. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡൊക്കെ അമ്മ പോയിട്ടുണ്ട്. ആ, കുഞ്ഞിക്കിളി പോയിട്ടുണ്ടോ? ഇല്ല. ആ ഉണ്ട്, ശരിയാ. ഓർക്കുന്നുണ്ട്, നൈറ്റ് ഡ്രൈവില് മുത്തിന് കൂട്ടിരുന്ന ആളാ. ഈ ബെർഹാംപൂർ കഴിഞ്ഞല്ലേ, ഇപ്പൊ കണ്ട വീണ്ടും ബോർഡ് കാണുന്നു. അത് ഒഡീഷയിൽ ഒരു ബെരംപൂർ ഉണ്ട്. ഇത് ഇവിടുത്തെ അതുകൊണ്ട് ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നത്. ഓ, അതുകൊണ്ട് ഇത് ആ വഴി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് നോർത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടികളെല്ലാം ബ്ലോക്കായി നിൽക്കുക. ഇപ്പൊ മറിഞ്ഞോളൂ നേരം? ഇപ്പോഴല്ല, നേരത്തെ അങ്ങനെ മറിഞ്ഞായിരിക്കും. ഇപ്പൊ നോർക്കോ, അതുകൊണ്ടാണ്. ഇത് പ്രൈവറ്റ് ബസ്സാ ബംഗാളിലെ. നമ്മള് കൃഷ്ണനഗർ എത്തി. അത് റെയിൽവേ ലൈനാണ്. അത് പുതിയ പാലം അപ്പുറം പണി നടക്കുന്നുണ്ട്. ബംഗാളിലെ ഒരു അന്തിച്ചന്തയാണ്. ആ, പച്ചക്കറി മേടിക്കണം, നമുക്ക് മേടിക്കാം. അത് മുന്നേ കാണും വണ്ടി ഒതുക്കാൻ ഇടയില്ല. ഇവിടെ ഇപ്പറെങ്ങാനും കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി വരാം. ഈറ്റല്ലോടാ, ഈറ്റ മുള. ആ, കരിമ്പൊന്നുമല്ല, സൂര്യൻ പോയി ചന്ദ്രൻ വന്നു. ഇതെല്ലാം മീനാ. ഉണ്ടോ? വളർത്തു മീൻ ഉണ്ടോ? ആ, നല്ല മീനാട്ടോ. കത്തിയുണ്ടോ? മീൻ പെട്ടെന്ന് കത്തിയുണ്ടോ? നല്ല മൂർച്ചയാ. ഓ, മീൻ വേണോ? മീൻ അങ്ങോട്ട് ചെന്നാലും കിട്ടും. ഈ ടൈപ്പ് ആണെങ്കിൽ കടൽ മീൻ കിട്ടുകയെന്നേ ഉള്ളൂ. അപ്പൊ മീൻ വേണ്ടല്ലോ. ഈ ഒരു കത്തി നമുക്ക് മേടിച്ചോണ്ട് പോയാലോ? സ്വീറ്റ്സ് വല്ലതും വേണോ? ഇതെല്ലാം മധുരമാണ്. അതല്ല, എപ്പോഴേക്കുന്ന മീനാ. ജീവനുള്ള എത്തൊന്നുമില്ല. ഇതെല്ലാം പച്ചക്കറിയുടെ ഐറ്റമാണ്. പഴം ഉണ്ടെങ്കിൽ മേടിക്കണം, ഉരുളക്കിഴങ്ങ് മേടിക്കണം. ഉരുളക്കിഴങ്ങ് ഇതാണ്ടിരിക്കുന്ന പഴം. ഇതായിരിക്കും. പഴം മേടിക്കാം. പഴം മേടിച്ചു. അന്നേരം നമ്മുടെ മെയിൻ സാധനം അവിടെ ഇരിപ്പുണ്ട്. ചക്ക. ഓ, ചക്ക. അത് ഇവര് കറി വെക്കാനുള്ള, അത് വിളഞ്ഞായിരിക്കല്ലോ. വിളഞ്ഞതല്ലെന്ന് തോന്നുന്നു. ഇടിഞ്ചക്ക ആയിരിക്കും. പിന്നെ വേണ്ട. ആ, അടുത്ത നോക്കാം. ഈ ഇല, ഇതെല്ലാം ചീരയാന്ന് തോന്നുന്നു. ഇല ഐറ്റംസ് ഒരുപാടുണ്ട്. ഈ ചീരയുടെ കുറച്ച് മേടിച്ചാലോ? മേടിച്ചോ. ഇവിടെ ചുമലച്ചീര ഉണ്ട്, നമുക്ക് അത് മേടിക്കാം. ആ, അത് മേടിച്ചോ. അപ്പറേ കണ്ട പാലക്കായിരുന്നു എനിക്ക്. അതെ. ആ, ഒരു കെട്ട് മതിയോ? ആണ്ടെ പുറകെ നിൽക്കുന്ന ആണ്ടെ.
അവരേക്ക് और एक मीठा ഇതെല്ലാം കൂടെ നമ്മളെ മൊത്തം ഇത് ഈ ഇരയെല്ലാം കൂടെ തീറ്റിച്ച് ഈ ഭാഷ എനിക്ക് മനസ്സിലായില്ല. അതെ, ഇവിടെ നല്ല മുഴുത്ത സവാള ഉണ്ട്. പക്ഷെ ഇത് മഹാരാഷ്ട്ര സവാളയല്ല, ഇവിടുത്തെയാന്ന് തോന്നുന്നു. കളറ് കൂടുതലാണ്. ചൊർലീസോ? അതെത്ര? 40 രൂപ. സവാളയ്ക്കുണ്ട് 20 രൂപ കിലോയ്ക്ക്. ഇതുണ്ടോ 4 ലൈൻ റോഡാണ്. പക്ഷെ ആ റൈറ്റ് സൈഡ് അങ്ങോട്ട് തിരിയേണ്ട വണ്ടിക്കുള്ള ലൈനാണ് അത്. അവിടെ മൊത്തം വണ്ടി പാർക്ക് ചെയ്തേക്കാം, ബൈക്കും ഓട്ടോറിക്ഷയും. അതുകൊണ്ടാ ചേമ്പിൻ തടയാന്ന് തോന്നുന്നു. ചേമ്പിന്റെ തടയാന്ന് തോന്നുന്നു. ഇവര് വേറെ 2 പേരൊക്കെയാ പറഞ്ഞേ. അത് പൈസ, അത് വെണ്ടക്കയുടെ പൈസയാ പറഞ്ഞേ. 50 രൂപ. നിനക്കെല്ലാ ഭാഷ അറിയാവുന്ന, എന്നിട്ട് മനസ്സിലായില്ലേ? എനിക്ക് ബംഗാളി അറിയത്തില്ലല്ലോ. ആ, ബംഗാളിയിൽ നിനക്ക് നല്ലോണം അറിയാവുന്നേ. പൊഞ്ചാസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് അതിന്റെ പൊഞ്ച പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് പൊഞ്ചാസ്. അയ്യോ, കൊറേ ചീരയും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മീനുണ്ടായിരുന്നു, അയല ഇല്ലാഞ്ഞോണ്ട് ഞങ്ങള് മേടിച്ചില്ല. ചീര മേടിച്ചു, വെണ്ട മേടിച്ചു, പഴം മേടിച്ചു. അച്ഛമ്മ കുരുവാളയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ലതല്ലായിരുന്നോ? അച്ഛമ്മ അയല അല്ലായിരുന്നു അമ്മ പറഞ്ഞേ, അതുകൊണ്ടാ പിന്നെ മേടിക്കാൻ. അമ്മ പറഞ്ഞു അതുപോലെ കേൾക്കുന്ന മുമ്പേ ഞാൻ ചോദിച്ചു എന്നാ പറഞ്ഞേ. മേഘാലയയിലെ എന്തെല്ലാം ഇലകളാന്ന് കറി. നമുക്ക് പോകാം. പല സൈസ് ഇലകളാ. ഇനിയിപ്പോ അവിടെ ചെന്ന മൊത്തം ഇലയെല്ലാം കൂടെ ഇലത്തോരനെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങ് തോരൻ വെക്കണം. ഇലത്തോരന് ഇഷ്ടമില്ല, അതുകൊണ്ടാ. അതെ, ഒരാൾക്ക് ഇഷ്ടമില്ല. ഓ, ചോറും കറി റെഡിയായി. അതെ. ആ, എനിക്ക് വേണ്ട. നേരെ ഞാൻ കൊടുത്തോളാം. അച്ഛക്ക് ഞാൻ കൊടുത്തോളാം. അത് മാത്രമല്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് കഴിച്ചോ? അപ്പോഴേ ഇതാണ് ആ പറഞ്ഞ ബ്ലോക്ക്. നമ്മള് ബ്ലോക്കിലെത്തി. 66 മുന്നിലുണ്ട്. പതുക്കെ നീങ്ങുന്നുണ്ട്. ഇതെല്ലാം ലോക്കൽ വണ്ടികളാണ് കൂടുതലും, ടിപ്പറും അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലും. വയറ് നിറഞ്ഞു. നല്ല കറിയായിരുന്നു അല്ലേ? നല്ല കറിയായിരുന്നു. നല്ല കറിയും ചോറും. ആ, നല്ല കുക്കാ കേട്ടോ. അപ്പോഴേ കട്ട ബ്ലോക്കാ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ വൈകുന്നേരത്തെ ഫുഡ് വല്ലതും ഉണ്ടാക്കുന്നതിലേക്ക് തിരിയാം. ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. അല്ല, ഇപ്പം ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. ഇത് ബ്ലോക്ക് മാറിയിട്ട് ഒരു പരിപാടി നടക്കുകയില്ല, വണ്ടി ഒതുക്കിയിട്ട് നടക്കുകയില്ല. ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. അത്യാവശ്യം അച്ചാറും പഞ്ചസാരയും ശകലം മീൻചാറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ അതെ. പിന്നെ കുറച്ച് കഞ്ഞി ഇരിപ്പില്ലേ? കഞ്ഞി ഇരിപ്പുണ്ട്. പിന്നെ ചമ്മന്തി ഒക്കെ അരക്കണമെങ്കിലേ ജനറേറ്റർ ഒക്കെ ഓൺ ആക്കണം. ബ്ലോക്കിന്റെ ഇടയ്ക്ക് അതൊന്നും നടക്കില്ല, വണ്ടി നിർത്തിയാലേ നടക്കുള്ളൂ. അപ്പൊ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം നമുക്ക്. ആ, ഇവിടെ ഈ വഴിയുടെ പണി തീർന്നിട്ടില്ല. ഇവിടെ 4 ലൈൻ വന്നിട്ട് ഇവിടെ ഒറ്റ ലൈൻ ആകുക, ഡബിൾ ലൈൻ ആകുക, സിംഗിൾ ലൈൻ ആകുക. അതെ, അതുകൊണ്ടാണ് ഇത്തരം ബ്ലോക്ക് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു ബ്ലോക്കാണ്. നമ്മളിപ്പം 1 മണിക്കൂറായോ? 1 മണിക്കൂറായി. ശരിക്കും ഇവിടെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായതാ. അന്ന് ഞങ്ങളൊരു 2-3 വർഷം വരുമ്പോഴും ഇതുപോലെ ബ്ലോക്കായിരുന്നു ഇവിടെ. ഇന്ന് അവധി ദിവസം, അതുകൊണ്ടാ വലിയ തിരക്കില്ലാത്ത. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. പണി തുടങ്ങിയിട്ട് കുറെ കാലമായതാ. ഞങ്ങളൊരു 2-3 വർഷം മുന്നേ വരുമ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അവധി ദിവസം ആയതുകൊണ്ടാ വലിയ തിരക്കില്ലാതെ ഇങ്ങോട്ട് പോകും, ഇത്രയും ഇങ്ങോട്ട് ഓടി പോരാൻ പറ്റിയത്. ഇതിപ്പോ സിംഗിൾ ലൈൻ ആകുന്നതും കൂടാതെ അവിടെ ക്രോസിംഗ് വരുന്നുണ്ട്, വേറെ ക്രോസിംഗ് ഉണ്ട്. അതെ, അതുകൊണ്ടുകൂടെ ഇത്രയും ബ്ലോക്ക് വരുന്നത്. ലോറികൾ തന്നെയാ വരുന്നത്, ലോറികളെ ഉള്ളൂ, ചെറുവണ്ടി വളരെ കുറവാ. അപ്പൊ അതെ, നമ്മുടെ ബ്ലോക്ക് തീർന്നു, ബ്ലോക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത്താഴം കഴിച്ചേക്കാം. അതുപോലെ കുറച്ച് മീൻചാറുണ്ട്, കുറച്ച് ഗോതമ്പ് ദോശ ഇടാം, പിന്നെ കഞ്ഞി ഇരിപ്പുണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ നമ്മളെ ഗവിന്ന് മേടിച്ച തേൻ ഇരിപ്പുണ്ട്, നല്ല തേനായിരുന്നു. ഗവിയില് നമ്മുടെ ചേട്ടൻ്റെ. ഞാൻ തീർന്നു കഴിയുമ്പോൾ ചേട്ടനെ വിളിച്ചു പറയണം 2 കുപ്പി തേൻ ഇങ്ങോട്ട് അയക്കാൻ. അതുപോലെ ചേട്ടൻ നമ്മളെ തേൻ എങ്ങനെ ഒറിജിനലാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചു. മീൻകറിയും ദോശയും വേണം, പഴയകഞ്ഞി അല്ല, കഞ്ഞി വേണം. പഴയകഞ്ഞി അല്ല കേട്ടോ, എനിക്ക് മീൻകറിയും ദോശയും മതി. അതെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏട്ടനും സച്ചു ആകാശം കൂടി 66-ലോട്ട് പോയി.
ബാക്കി ചേട്ടായി കിടന്നു ഉറങ്ങി, അച്ഛമ്മയും കിടന്നു, കുഞ്ഞിക്കിളി ദാമിക്കുട്ടിയും കിടന്നു ഉറങ്ങിയില്ല. ബാക്കി ഞങ്ങൾ മൂന്നേരും ക്യാബിനകത്തുണ്ട്. രാത്രിത്തെ നൈറ്റ് ഡ്യൂട്ടി മുത്ത ഏറ്റെടുത്തു. അതെ, മുത്തിന് ഉറക്കം വരുമ്പം കൊച്ചിച്ചായ വിളിച്ചാൽ മതി. അല്ല എന്നെ വിളിച്ചാലും മതി. അതെ ആരെയും ഒക്കെ വിളിക്കണം. ആൾക്കാരിപ്പോ ഇഷ്ടം പോലെ ആയല്ലോ. അതെ. ഇപ്പോഴതേ വഴിയിൽ ഒരു തിരക്കും ഇല്ല, നോക്കിയേ. ആ ഇപ്പൊ ബ്ലോക്ക് ആയിരുന്നപ്പോ എന്ത് വണ്ടികളായിരുന്നു. ഇവിടെ എല്ലാം വഴിപണി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വഴി മോശമാ, കുലുക്കമാ. ഉറങ്ങുന്നവരുടെ അല്ല, ഉറക്കത്തിന്റെ കാര്യം തീരുമാനമാവും. അതെ തന്നെ, ഇവിടെ എല്ലാം ഒത്തിരി ലോറികൾ കിടപ്പുണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങ് ബ്ലോക്കാന്ന് തോന്നുന്നു. ടിപ്പറുകളാണല്ലോ കൂടുതലും. ആ ഇവിടെ നിന്ന് അങ്ങ് ബ്ലോക്കാ. അപ്പൊ നമ്മൾ വന്ന് വീണ്ടും ബ്ലോക്കിൽ പെട്ടു. ആ ഏക്കാലും പതുക്കെ നീങ്ങാൻ തുടങ്ങി കേട്ടോ. വലിയ അധികം ഒന്നും നീങ്ങുന്നൊന്നുമില്ല, കുറച്ച് മുന്നിൽ പോയി നിൽക്കും. സമയം എടുക്കുമെന്ന് തോന്നി ബ്ലോക്ക് തീരാൻ. മുത്തേ, വഴിയൊക്കെ അറിയാലോ, ഞങ്ങളും പോയി കിടക്കട്ടെ എന്നാ. ആ വഴി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ പ്രത്യേകിച്ച് വളവും തിരുവൊന്നുമില്ലല്ലോ. നേരെ അങ്ങ് പോയാ മതി. ചിലിഗുരി വഴി ഒറ്റ വഴി. അതെ ആ എന്നാണ് പറഞ്ഞത്. അവിടെ ഇടയാണ്ടൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു. കുറച്ചുകൂടെ കഴിയും. ഫറാക്കായില് ബ്ലോക്ക് കിട്ടാതിരുന്നാ മാത്രം മതി. ഓർമ്മിപ്പിക്കില്ലേ? അപ്പൊ അവര് പുറകെ വരുന്നുണ്ട്. അവര് കുറച്ച് പുറകില്ല, ഇത്തിരി വിട്ടുപോകുന്നു. എനിക്ക് നല്ലപോലെ ഉറക്കവും വരുന്നുണ്ട്. ചുറ്റി പിടിക്കുന്നത് ഇങ്ങനെ പെടലെടുത്തു. ഞാൻ പോയി കിടക്കാൻ പോവാ. പോയി കിടന്നുറങ്ങി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.